ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെംക്വീൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ അമീൻസ് ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അമീൻസ് ചാപ്റ്ററിൽ വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റായിട്ട് മിക്ക വർഷങ്ങളിലും ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യനാണ് അമീൻസിന് നൈട്രസ് ആസിഡായിട്ടുള്ള റിയാക്ഷൻ. അമീൻസ് എങ്ങനെയൊക്കെയാണ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO2-നെയാണ് നമ്മൾ ശരിക്കും നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത്. പക്ഷേ HNO2-ന് പ്രത്യേകതയുണ്ട്, അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്ന ഒരു ആസിഡാണ്. നമ്മൾ റിയാക്ഷൻ മിക്സറിലേക്ക് അത് ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ അത് ഡീകമ്പോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നേരെ HNO2 ആയിട്ട് റിയാക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് കാരണം നമ്മൾ NaNO2/HCl ഉപയോഗിച്ചാലും അത് നൈട്രസ് ആസിഡ് തന്നെയാവുന്നത്. NaNO2/HCl എന്താ ഉണ്ടാവുന്നത്? HNO2 ആൻഡ് NaCl ഉണ്ടാവില്ലേ? അപ്പോൾ ആ മിക്സ്ചർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ നോർമലി നടത്താറ്. അപ്പോൾ ആരോയുടെ പൊക്കത്ത് നിങ്ങൾ HNO2 എന്ന് കണ്ടാലും NaNO2/HCl എന്ന് കണ്ടാലും അത് നൈട്രസ് ആസിഡ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ചില കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ വരും. നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO2 അല്ലേ, പിന്നെ എന്താണ് ആരോയുടെ പൊക്കത്ത് ഇത് എഴുതുമ്പോൾ സെയിം ആൻസർ എഴുതുന്നതെന്നൊക്കെ. ഓക്കെ, അതിൻ്റെ റീസൺ അതാണ്. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ അമീനും നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ ആ ഓരോ രീതിയും അറിഞ്ഞിരുന്നാലാണ് നമുക്ക് പ്രോപ്പർ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്ന് നോക്കിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അമീൻസ് പലതരം ഉണ്ടല്ലേ. പ്രൈമറി അമീനുണ്ട്, സെക്കൻഡറി അമീനുണ്ട്, ടേർഷറി അമീനുണ്ട്. ഇനി അതിൽ തന്നെ അലിഫാറ്റിക് ഉണ്ട്, അരോമാറ്റിക് ഉണ്ട്. എല്ലാത്തിലും പ്രൈമറി തന്നെ അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക്, സെക്കൻഡറിയിൽ അതുപോലെ തന്നെ, ടേർഷറിയിൽ അതുപോലെ തന്നെ. ഇവരെല്ലാം അമീൻസും HNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്, അതായത് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. ആദ്യം നമുക്ക് പ്രൈമറിയുടെ കേസ് നോക്കാം. പ്രൈമറിയിൽ അലിഫാറ്റിക്കും അരോമാറ്റിക്കും. പ്രൈമറി അലിഫാറ്റിക് ആണെങ്കിൽ HNO2 ആയിട്ട് റിയാക്ട് ചെയ്താൽ ആദ്യം ഒരു അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് ഉണ്ടാവും. അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട്, അതായത് ഇപ്പോൾ ഞാൻ എത്തനമീൻ എടുക്കാമെന്ന് വെച്ചോ, C2H5NH2. ഇതൊരു പ്രൈമറി അലിഫാറ്റിക് അമീനാണ്. ഇതിനെ ഞാൻ HNO2 അല്ലെങ്കിൽ NaNO2/HCl കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആദ്യം കിട്ടുന്നത് എൻ്റെ ഡയസോണിയം സോൾട്ടാണ്. ദാറ്റ് ഈസ് C2H5N2+Cl-. ഇതാണ് ഇതിൻ്റെ ഡയസോണിയം സോൾട്ട്. പക്ഷേ അലിഫാറ്റിക് പ്രൈമറി അമീൻസിൻ്റെ ഡയസോണിയം സോൾട്ട് അൺസ്റ്റേബിളാണ്. അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട്സ് ആർ അൺസ്റ്റേബിൾ. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർ അപ്പം തന്നെ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽക്കഹോൾ ഉണ്ടാവും, C2H5OH പ്ലസ് നൈട്രജനും ഉണ്ടാവും, HCl ഉണ്ടാവും. ഈ നൈട്രജൻ ഗ്യാസ് ആയിട്ട് അപ്പം തന്നെ മീഡിയത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകും. അപ്പം നൈട്രജൻ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് വേണം പറയാം. പ്രൈമറി അലിഫാറ്റിക് അമീൻ ആണെങ്കിലാണ് നൈട്രജൻ എലിമിനേറ്റ് ചെയ്യുള്ളൂ. വേറൊരു റിയാക്ഷനിലും അമീൻസ് വേറൊരു അമീനും നൈട്രസ് ആസിഡുമായിട്ട് നൈട്രജൻ റിലീസ് ചെയ്യുന്നില്ല. ഇവിടെ മാത്രമാണ് നൈട്രജൻ റിലീസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു. നൈട്രജൻ റിലീസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ആര് നൈട്രസ് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ്. അപ്പം പ്രൈമറി അലിഫാറ്റിക് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് പ്രൈമറി അലിഫാറ്റിക്കിൻ്റെ കേസ്. ഇനി ഇതേപോലെ തന്നെ പ്രൈമറി അരോമാറ്റിക് ആണെങ്കിലും എഗെയിൻ ഡയസോണിയം സോൾട്ട് തന്നെ ഉണ്ടാവുന്നത്. ഇത് അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് ആണെങ്കിൽ ഇത് അരോമാറ്റിക് ഡയസോണിയം സോൾട്ട്. പക്ഷേ അരോമാറ്റിക് ഡയസോണിയം സോൾട്ട്സ് ആർ ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ട് അവർ പിന്നീട് ഫർദർ ഡീകമ്പോസിഷൻ ഒന്നും നടക്കില്ല. നമുക്ക് ബെൻസീൻ എടുത്ത് നോക്കാം. ഒരു അരോമാറ്റിക് പ്രൈമറി അമീനാണ് ബെൻസിൻ അമീൻ അല്ലെങ്കിൽ അനിലിൻ. ബെൻസീൻ റിങ്ങിൽ NH2. ഇതിന് ഡയസോട്ടൈസേഷൻ നടത്തുകയാണ്. ദാറ്റ് ഈസ് NaNO2/HCl. ലോ ടെമ്പറേച്ചറിൽ നടത്താവുള്ളൂ. ദാറ്റ് ഈസ് 273 to 278 Kelvin അല്ലെങ്കിൽ 0 to 5 degree Celsius എന്നും പറയാം. ആ ടെമ്പറേച്ചറിൽ, ലോ ടെമ്പറേച്ചേഴ്സിൽ ഇത് നടക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ബെൻസീൻ ഡയസോണിയം സോൾട്ട് കിട്ടും, N2+Cl-. ഇതിപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണിത്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണോ? ഇതാണ് ഡയസോണിയം സോൾട്ട്. ഇവിടെ ബൈ പ്രൊഡക്റ്റായിട്ട് NaCl-ഉം വാട്ടറും ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നില്ല, ബാലൻസ്ഡ് അല്ല കേട്ടോ. NaCl-ഉം വാട്ടറുമാണ് ബൈ പ്രൊഡക്ട്സ്. ഇവിടെ നൈട്രജൻ എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ മാത്രമാണ് നൈട്രജൻ എലിമിനേറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ പ്രൈമറിയിൽ തന്നെ അലിഫാറ്റിക് ഒരു രീതിയിൽ, അരോമാറ്റിക് വേറെ രീതിയിൽ. അലിഫാറ്റിക് ആണെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കും പ്രൊഡക്റ്റ്, അരോമാറ്റിക് ആണെങ്കിൽ ഡയസോണിയം സോൾട്ട് ആയിരിക്കും. ഈ ഫിനോമിനല്ല, ഈ പ്രോസസ്സ്, ഈ കൺവേർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസറ്റൈസേഷൻ. പ്രൈമറി അരോമാറ്റിക് അമീൻസിനെ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഡയസോണിയം സോൾട്ട് ഉണ്ടാക്കുന്ന ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡയസറ്റൈസേഷൻ. ഡയസറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് എഗെയിൻ വീണ്ടും ആ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈമറി അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി അമീൻ നോക്കാം. സെക്കൻഡറി അമീൻസിൻ്റെ റിയാക്ഷൻസിൻ്റെ കേസിൽ നമുക്കൊരു ഗുണമുണ്ട്. കാരണം സെക്കൻഡറി അലിഫാറ്റിക് ആണെങ്കിലും അരോമാറ്റിക് ആണെങ്കിലും ഒരേ രീതിയിൽ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ രണ്ട് രീതി പഠിക്കേണ്ട, ഒറ്റ രീതി പഠിച്ചാൽ മതി. സെക്കൻഡറി അലിഫാറ്റിക് ഓർ അരോമാറ്റിക് റിയാക്ട് വിത്ത് HNO2, that is nitrous acid, to form a compound called as nitrosoamines. Nitroso group, NO group introduce ചെയ്യപ്പെടും.
നൈട്രോസോ അമീൻസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ പേര് ഓർത്തിരിക്കാൻ നൈട്രോസോ അമീൻ. ഈ നൈട്രോസോ അമീൻ അക്യൂസ് മീഡിയത്തിൽ ഇൻസോൾബിൾ ആയതുകൊണ്ട് അതൊരു യെല്ലോ ലെയർ ആയിട്ട് മുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇതൊരു ടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. സെക്കൻഡറി അമീൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സെക്കൻഡറി അമീൻ ആണെങ്കിൽ നമ്മൾ നൈട്രസ് ആസിഡ് ഒഴിക്കുമ്പോൾ ഒരു യെല്ലോ ലെയർ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നൈട്രോസോ അമീൻ്റെ ഫോർമേഷനാണ് സെക്കൻഡറിയുടെ കേസ്. അതെങ്ങനെയാണ് നൈട്രോസോ അമീൻ ഉണ്ടാകുന്നത് നോക്കിയത്, ഞാനൊരു സെക്കൻഡറി അമീൻ എഴുതി, അത് HNO2 ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കണ്ടോ ആ സെക്കൻഡറി അമീനിൽ H മാറി അവിടെ NO കയറി. ഇതാണ് നൈട്രോസോ അമീൻ. നൈട്രോസോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. വാട്ടറാണ് ബൈ പ്രൊഡക്റ്റ്. ഇവിടെ നൈട്രജൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. ഇനി ഇത്രയേ ഉള്ളൂ ശരിക്കും. അതിൽ നിന്ന് ഒരു നെയിം റിയാക്ഷനും കൂടെ ശരിക്കും വരുന്നുണ്ട്. ഈ നൈട്രോസോ അമീനെ ഫീനോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 കൊണ്ട് ട്രീറ്റ് ചെയ്താൽ ആദ്യം നമുക്കൊരു റെഡ് സൊല്യൂഷൻ കിട്ടും. അതിനെ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ബ്ലൂ സൊല്യൂഷനായിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ലിബർമാൻസ് നൈട്രോസോ റിയാക്ഷൻ. ശരിക്കും നമുക്ക് ഇവിടം വരെ ഈ സെക്കൻഡറി അമീൻ്റെ ഒരു ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഇത്രയും ചെയ്ത് ഈ ഒബ്സർവേഷൻസ് എല്ലാം സംഭവിക്കുകയാണെങ്കിൽ അതൊരു സെക്കൻഡറി അമീനാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ ലിബർമാൻസ് നൈട്രോസോ റിയാക്ഷൻ സെക്കൻഡറി അമീൻസിന് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. നൈട്രോസോ അമീൻ കോമ്പൗണ്ടിനെ ഫീനോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 കൊണ്ട് ട്രീറ്റ് ചെയ്ത് ആദ്യം ഒരു റെഡ് സൊല്യൂഷൻ ദെൻ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ബ്ലൂ സൊല്യൂഷനായിട്ട് മാറിയാൽ നമ്മുടെ സാധനം സെക്കൻഡറി അമീനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡറി അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രോസോ അമീൻ ഫോം ചെയ്യും. ചിലപ്പോൾ ഈ പേരായിരിക്കാം ഓപ്ഷനിൽ, ചിലപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ട് ആയിട്ടായിരിക്കും ഓപ്ഷനിൽ. അപ്പോൾ NO അതാണ് നൈട്രോസോ അമീൻ. NO Hന് പകരം NO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡറി അമീൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. സെക്കൻഡറി അമീൻ എളുപ്പമല്ലേ പഠിക്കാൻ? ഇനി ഇതുപോലെ നമുക്ക് ടേഴ്ഷറി അമീൻ. ടേഴ്ഷറി അമീൻ രണ്ട് തരത്തിലാണ് ചെയ്യുക, അലിഫാറ്റിക് വേറെ അരോമാറ്റിക് വേറെ. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ടേഴ്ഷറി അലിഫാറ്റിക് അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രൈറ്റ്സ് ആണ് ഉണ്ടാവുക. നൈട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ NO2- വരുന്നതിനെ നൈട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേഴ്ഷറി അമീൻ എടുക്കുക, അതിന് HNO2 വെച്ച് ട്രീറ്റ് ചെയ്താൽ ഈ ടേഴ്ഷറി അമീനിലേക്ക് ഒരു H+ ആയിട്ടിരിക്കും, NO2- കൂടെ അതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യും. ഇതാണ് നൈട്രൈറ്റ്. അങ്ങനെ നൈട്രൈറ്റ് ആയിട്ട് മാറുക ചെയ്യണം. ചിലപ്പോൾ ഓപ്ഷനിൽ ഇത് മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ, നൈട്രൈറ്റ്സ് ആയിട്ട് മാറും എന്നോർത്തിരുന്നാൽ മതി. NO2- ഉള്ള ഇനി ഇങ്ങനെ ഫോമുലയായിട്ട് തന്നേക്കണമെങ്കിൽ NO2- ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇനി അതേസമയം ടേഴ്ഷറി അരോമാറ്റിക് അമീൻ ആണെങ്കിൽ അവർ റിങ്ങിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അരോമാറ്റിക് എന്ന് പറയുമ്പോൾ അതിലൊരു റിങ് ഉണ്ടാവുമല്ലോ, ആ റിങ്ങിൻ്റെ പാരാ പൊസിഷനിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു H+ മാറി പകരം ഒരാൾ കയറുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ടേഴ്ഷറി അമീൻ എടുക്കുകയാണെങ്കിൽ HNO2 വെച്ച് ട്രീറ്റ് ചെയ്താൽ പാരാ പൊസിഷനിൽ കണ്ടോ, പാരാ പൊസിഷനിൽ NO. നൈട്രോസോ അമീനും ഇങ്ങനെ തന്നെയായിരുന്നു, NO സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷേ NO സബ്സ്റ്റിറ്റ്യൂഷൻ അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് സെക്കൻഡറി അമീൻ ആണെങ്കിൽ NO നേരെ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യാം. പക്ഷേ ടേഴ്ഷറി അമീനിലെ അരോമാറ്റിക് വരുമ്പോൾ റിങ്ങിലാണ് NO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മറ്റിടത്താണെങ്കിൽ സെക്കൻഡറിയിലാണെങ്കിൽ റിങ്ങിലല്ല, ആ നേരെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ NO വരിക. ഇവിടെ റിങ്ങിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അതാണ് ടേഴ്ഷറിയിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അമീൻസ് പല രീതിയിൽ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഓർത്ത് വയ്ക്കാം. പ്രൈമറി അലിഫാറ്റിക് ആണെങ്കിൽ ആൽക്കഹോളാണ്, പ്രൈമറി അരോമാറ്റിക് ആണെങ്കിൽ ഡയസോണിയം സോൾട്ടാണ്. അതാണ് ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി അലിഫാറ്റിക് ആണെങ്കിലും അരോമാറ്റിക് ആണെങ്കിലും നൈട്രോസോ അമീനാണ്, യെല്ലോ ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ അവിടെ നിന്ന് ലിബർമാൻസ് നൈട്രോസോ റിയാക്ഷൻ ഉണ്ട്. ടേഴ്ഷറി അലിഫാറ്റിക് ആണെങ്കിൽ നൈട്രൈറ്റ്സ് കിട്ടും. ടേഴ്ഷറി അരോമാറ്റിക് ആണെങ്കിൽ റിങ്ങിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. ഇത്രയും പഠിച്ചു വെക്കുക, കാരണം മിക്ക വർഷങ്ങളിലും റിപ്പീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നോർത്ത് നമ്മൾ നോക്കാതെ പോകുന്നൊരു ഏരിയ ആണ്. പക്ഷേ ഇതിന് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ട് വിട്ട് കളയാതെ ദയവ് ഇത് ഈ പോർഷൻ ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും പോർഷൻസ് ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ചാനൽ. കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.